സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോൺ സേട്ടൻ്റെ സ്വന്തം റാണി, ഞങ്ങളെല്ലാം റാണി ചേച്ചി. ഇന്നത്തെ ഈ ദിവസം ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച ചേട്ടൻ്റെ ഓർമ്മ ദിവസമായെന്ന് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിനും ഇവിടെ ഇത്രയും പേര് എല്ലാവരും വന്നുകൂടിയതിനും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ചേച്ചി, എനിക്ക് ചേച്ചിയെ കാണുമ്പോൾ ചേച്ചി എനിക്ക് ഈ കൈ കൊണ്ട് ഒരുപാട് ആഹാരം തന്നിട്ടുണ്ട്, ചേട്ടൻ ഒരുപാട് പാട്ടുകളും തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും ചേട്ടൻ വിട്ടുപോയി എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാം ഹാപ്പി ആയിട്ടിരിക്കാം. ചേച്ചി എന്ത് പറയുന്നു അതിനെപ്പറ്റി? ഒരു ഹാപ്പിനെസ് ആയിട്ട്. അതെ, തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഓർമ്മകൾ ഇന്നും സമാധാനമായിട്ട് സന്തോഷത്തിലിരിക്കാൻ എന്നെ സഹായിക്കുന്നു. എല്ലാവരെയും അതുപോലെ വിചാരിക്കുന്നു. ഏതോ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്, ജോൺസൺ മാസ്റ്റർ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിടികിട്ടിയില്ല എന്ന് പറഞ്ഞു. സത്യമാണോ? അതെ അതെ, അന്ന് 10-11 പേരുണ്ടായിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോൾ. അപ്പോൾ ആ ഇടയ്ക്കായിരുന്നു പ്രേമഗീതങ്ങളുടെ ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചേട്ടൻ വന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. എന്നോട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുദാസിനെ കേട്ടിട്ടുണ്ട്, ജാനകി അമ്മനെ കേട്ടിട്ടുണ്ട്, സുശീല അമ്മനെ കേട്ടിട്ടുണ്ട്, വാണിജ്യറാം കേട്ടിട്ടുണ്ട്, ജോൺസൺ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് എപ്പോഴും എൻ്റെ ചേട്ടൻ പറയുമായിരുന്നു, ലാസ്റ്റത്തെ ഇന്റർവ്യൂ വരെയും പറയുമായിരുന്നു, ഇവൾ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതാണ്. എങ്ങനെയായിരുന്നു ജോൺ ചേട്ടൻ ലൈഫിൽ? വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ എന്തുണ്ടെങ്കിലും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം. ചേട്ടൻ്റെ എന്ത് കാര്യമായാലും നല്ലതായാലും ചീത്തയായാലും എന്നോട് തുറന്നു പറയുമായിരുന്നു. ഒന്നും ഒളിച്ചു വെച്ചിട്ടുള്ള ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു, മമ്മൂക്ക ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ജോൺ ചേട്ടൻ എന്തായിരുന്നു പറഞ്ഞത്? മമ്മൂട്ടിയൊക്കെ അങ്ങനെ വീട്ടിലേക്ക് വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞിട്ട് ഹോളിഡേ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴായിരുന്നു, ഈവനിങ് ആയപ്പോൾ മമ്മൂക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ജോൺസൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് ഏതോ ഒരു മമ്മൂട്ടി വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ വന്ന് ഫോൺ എടുത്തിട്ട് ചേട്ടാ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പൊ പറഞ്ഞു തനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ജോൺ ചേട്ടൻ മനസ്സിൽ വിചാരിച്ചാണ്, എൻ്റെ 2 പടം റാണി നീ കളഞ്ഞു എന്ന്. അല്ല, അത്ര ഇന്നസെന്റ് ആണ്. അതാണ് അതിനകത്തെ ഒരു ചേട്ടനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ശരിക്കുള്ള ഇന്നസെന്റ് ആണ്. ചേച്ചി, വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പം ചേട്ടൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും കേൾപ്പിക്കാറോ? ആ പാട്ടുകൾ അല്ലെ കമ്പോസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ചേട്ടൻ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അറിയാം. കാരണം പാട്ട് കമ്പോസ് ചെയ്യാൻ ഈ ഒരു പാട്ട് എടുത്തിട്ട് നമ്മൾ പല്ലവി ചെയ്തിട്ട് അനുപല്ലവിക്ക് വേണ്ടി തപ്പാറില്ല. റൺ ത്രൂ അങ്ങ് ഹാർമോണിയത്തിൽ വായിച്ചു പോവാണ്. ഒരു പാട്ട് ഫുള്ളായിട്ട് അങ്ങ് വായിക്കും. അപ്പോഴത്തേക്കും നമുക്ക് അതൊരു പാട്ടായിട്ട് തീരുന്നു. അവിടെ അത് വേണ്ട എന്നൊരു ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് അതുപോലെ മാറ്റിയിട്ട് വീണ്ടും അടുത്തെടുക്കുകയാണ്. എന്താണ് ചേച്ചിക്കുള്ള അനുഭവം അങ്ങനെയൊക്കെ പാട്ടൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്? അല്ല, എനിക്ക് മ്യൂസിക്കിനെ കുറിച്ചൊന്നും ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. എന്നാലും ഓരോ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ നേരം വെളുക്കോളം ഇരുന്ന് കേൾക്കാൻ പറഞ്ഞാലും ചേട്ടനത് ഇഷ്ടമാണ്. എപ്പോഴും എന്നെ കാറിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇരുന്ന് പാട്ടിങ്ങനെ ഇട്ടിട്ട് കുറേ പ്രാവശ്യം കേട്ടിട്ടേ വരുവുള്ളായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിക്ക് ഇത്രയും വലിയ ഓർക്കസ്ട്ര, ഞാനൊരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കാണുന്ന നിങ്ങളുടെ എത്ര വലിയ TV ആണെങ്കിൽ അല്ലെ സ്ക്രീൻ ആണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ലൈവായിട്ട് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ അനുഭൂതിയാണ്. കാരണം ഇത്രയും വയലിൻസും, ആദ്യം തന്നെ ദീപക് ദേവിൻ്റെ ഒരു ജോൺ ചേട്ടൻ്റെ ഒരു റീറെക്കോർഡിങ് പീസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ലൈവായിട്ട് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി. കാരണം വെച്ചാൽ എന്തൊരു സുഖമാണ് നമ്മുടെ ടോപ്പ് ബാൻഡ് വായിക്കുന്നത്, ഈ ലൈവ് മ്യൂസീഷ്യൻസ് ഇങ്ങനെ വായിക്കുന്നത്. അതുപോലെ ചേച്ചിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ അങ്ങനെ എന്താണ് തോന്നുന്നത്? അതെ, എന്നെ ആദ്യമൊക്കെ എപ്പോഴും റെക്കോർഡിങ്ങിനൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ആ ഓർമ്മകളൊക്കെ ആയിരുന്നു എനിക്ക് അത് പെട്ടെന്ന് ആ ഒരു ലൈവ് അല്ലേ. അതെ. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട
അല്ലെങ്കിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? ഒന്ന് എന്റെ കുറെ കാണും. മൺവീണയിൽ എന്നുള്ള പാട്ട് ഇഷ്ടമാണ്. എന്റെ മൺവീണയിൽ. ആ. പിന്നെ രാജഹംസമേ എന്നുള്ള പാട്ട്, അത് മോൾക്കും ഇഷ്ടമായിരുന്നു. മോള് കോളേജിലൊക്കെ ആയിരിക്കുമ്പോൾ മോള് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അമ്മ ആ പാട്ടിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം, കോളേജിലെ എല്ലാ മലയാളി കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണത്. അങ്ങനെ ഇങ്ങനെ മോള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ചേട്ടൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു മോളിങ്ങനെ പറയുമായിരുന്നു, ഡാഡി എങ്ങനെ ഇത്രയും പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയും. പാടാനും കൂടി മനുഷ്യന് പറ്റും. എന്തായാലും ചേച്ചിക്ക് ഇഷ്ടമുള്ള രാജഹംസമേ എന്നുള്ള ഗാനം മൃദുല വാര്യർ
എന്തായാലും ചേച്ചി, നമുക്ക് ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്. അതായത് ചാക്കോയെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. അന്ന് മദ്രാസിൽ എല്ലാ റെക്കോർഡിങ്ങിനും ചാക്കോ കൂടെ കാണും. വയലിനിസ്റ്റാണ്. പിന്നെ ബ്രദർ രണ്ടുപേരുണ്ട്. പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി, ഇത് ജോർജ്, അത് ചാക്കോ. ജോർജിന് എന്താണ് ഈ സമയത്ത് ഈ 10ാം വാർഷികം? ഔസേപ്പേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ചിന്തിക്കുന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാം വില്ലേറ്റിന് വേണ്ടി ഒരുക്കിയതിൽ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രാം എല്ലാ വർഷവും തൃശ്ശൂർ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ. പക്ഷെ അത് പറ്റാത്തൊരവസരത്തിൽ എങ്ങനെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഔസേപ്പേട്ടൻ പറയുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് നടക്കുമ്പോൾ വളരെ സന്തോഷം. ഞാനും വില്ലേറ്റിന് നമ്മളൊരു 14 വയസ്സിൻ്റെ ഗ്യാപ്പാണ്. ഞാൻ ചേട്ടൻ എനിക്ക് അപ്പനും ചേച്ചി എനിക്ക് അമ്മയാണ്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെ തന്നെയായിരുന്നു. പാട്ടുകളൊക്കെ ചെറുതായിട്ട് മൂളും എന്നല്ലാതെ. ചാക്കോ പ്രൊഫഷണലാണ്, വയലിനിസ്റ്റാണ്, വില്ലേറ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം വീട്ടിലെ ഒരു മ്യൂസിക് സ്കൂൾ വില്ലേറ്റിൻ്റെ പേരിൽ ചാക്കോ നടത്തുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇത്രയധികം ചേട്ടനോട് പരിചയമുള്ളതും ചേട്ടന് ഇഷ്ടപ്പെട്ടതുമായ ഔസേപ്പേട്ടനുണ്ട്, സിബി ചേട്ടനുണ്ട്, രാജു ചേട്ടൻ, ബിജു, മധു, രമ്യ, കുറേ ദീപു, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ വിളിച്ചതിലും ചേട്ടനോടുള്ള ഈ സന്തോഷം പങ്കുവെച്ചതിലും വളരെയധികം നന്ദി. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും അതിനോട് നന്ദി പറയുന്നു. അതായത് ജോൺ ചേട്ടന് അനിയനില്ലേ, ഏറ്റവും ഇളയ അനിയൻ, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വളരെ ചെറുപ്പത്തിലത്തെ ഒരു ഓർമ്മ ഞാൻ പറയാം. സ്കൂളിൽ 1-ലോ 2-ലോ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഹെൽത്ത് കെയറിൽ നിന്ന് ആൾക്കാർ ഒന്ന് കുത്തിവയ്ക്കാൻ വരും. അതെ. സൂചി കണ്ട ഞാൻ ഓടി മരിക്കും. അപ്പോൾ ഒരു ദിവസം എന്നെ കുത്താൻ വന്നപ്പോൾ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് ഓടി ചേട്ടൻ്റെ പിന്നാലെ ഓടി വന്ന് എന്നെ കൈമിങ്ങനെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് കുത്തിവെപ്പിച്ചു. കരച്ചിൽ ബഹളാകെ തിക്കുന്നവരൊക്കെ കഴിഞ്ഞപ്പോൾ ആള് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ചെറിയൊരു സന്തോഷ് കേഫ് എന്ന് പറഞ്ഞ ചെറിയ ചായക്കടയുണ്ട്. വാടാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ചായയും പഴംപൊരിയൊക്കെ മേടിച്ചു തന്നു. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ റെക്കോർഡിങ്ങുകളായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ജോലി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെന്നൈയിൽ പോകുമ്പോൾ ചേട്ടൻ്റെ റെക്കോർഡ്, അതായത് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടാലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ അത് സമാധാനിപ്പിക്കുന്ന ഒരു മനസ്സുകളുണ്ട്. അപ്പൊ നമുക്കൊരു 4 വരി പാട്ടുകൂടായാലും. ഓക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ചാക്കോയ്ക്ക് എന്താണ് ഓർമ്മകൾ? കാരണം നമ്മളെല്ലാം മദ്രാസിലെ എല്ലാ റെക്കോർഡിങ്ങിലും കണ്ടിട്ടുണ്ട്. അതെ, കണ്ടു. ഞാൻ ഒരു ചേട്ടനൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വയലിൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ. മദ്രാസിലെ ഔസേപ്പ് ചേട്ടനും ചേട്ടനൊക്കെ തൃശ്ശൂർ വിട്ടതിന് ശേഷം ആളോട് കുറേ സംസാരിച്ചു, ഇങ്ങനെ പഠിക്കാൻ വേണ്ട, അപ്പോൾ പഠിക്കട്ടെ എന്നുള്ളൊരു ഐഡിയയിലാണ്. അത് കഴിഞ്ഞൊരു പ്രീ ഡിഗ്രി ഒക്കെ എത്തിയ സമയത്താണ് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വയലിനില്ല. ചേട്ടനോട് പറഞ്ഞപ്പോൾ പിന്നെ നോക്കാം എന്നുള്ള ഐഡിയ. പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പരിചയത്തിലുള്ളൊരു സുഹൃത്തിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന്
ഒരു 4-5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു വയലിൻ സംഘടിപ്പിച്ചു കൊണ്ടുവരും. അന്നത്തെ തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂരിലെ പഠിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചേട്ടനോട് പറയുന്നത് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു വയലിൻ. ചേട്ടനപ്പോൾ വായിക്കുന്നില്ല, മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം ആൾക്കാരെ വായനയില്ല. ആ വയലിൻ എനിക്ക് കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ ചേട്ടൻ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ഹണിമേൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും അതെൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ വീട്ടിൽ. ഇപ്പോഴുണ്ട് ആ വയലിനുണ്ട്. അതിൽ ഒരു വയലിൻ പോയി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മദ്രാസിൽ 87 ഞാൻ മദ്രാസിൽ എത്തി. പിന്നെ റെക്കോർഡിങ്ങിന് മദ്രാസിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു വർഷം ഞാൻ വീട്ടിലാണ് താമസിച്ചത്. ചേട്ടൻ്റെ കൂടെ ചേച്ചി കുട്ടികളൊക്കെ അന്ന് വളരെ ചെറുതാണ്. അവസരം ചേട്ടനൊക്കെ ഇടയ്ക്ക് വരും, സൺഡേസ് പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ. അങ്ങനെ ഞാൻ ആദ്യം പ്ലേ ചെയ്ത റീ റെക്കോർഡിംഗ് ആണ് ശരിക്കും. അത് 2 സിനിമകളാണ് 87 ഒരേ സമയത്ത് വന്നത്. ഒന്ന് സിബി സാർ ഡയറക്റ്റ് ചെയ്ത തനിയാവർത്തനം എന്ന ഫിലിമും അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ തൂവാനത്തുമ്പികൾ എന്ന ഫിലിം. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ റീ റെക്കോർഡിംഗ് പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആദ്യം വന്ന ഫിലിം സോങ് റെക്കോർഡിങ് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ട. അത് കഴിഞ്ഞ് 99% വർക്കിലും, അതായത് 2011 ആൾ മരിക്കുന്ന വരെയുള്ള എല്ലാ വർക്കിലും ഞാനുണ്ട്. 2011 മെയ്യിൽ ഒരു 10-12 ദിവസം ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയ് ലാസ്റ്റിലാണ് ഞാൻ അവസാനം കാണുന്നത്. കഴിഞ്ഞ് ഓഗസ്റ്റിൽ പുതിയ പടത്തിൻ്റെ വർക്ക് പറഞ്ഞിട്ടുണ്ടാ, പറ്റിയാൽ ഞാൻ എടുക്കും. ആ സമയത്താണ് പിന്നെ പെട്ടെന്ന് അവിചാരിതമായിട്ടുള്ള ഈ ന്യൂസ് വരുന്നത്. എന്തായാലും സന്തോഷം, നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തായാലും ചാക്കോ ഒരു കാര്യം ചെയ്യാം, മണിച്ചിത്രത്താഴ് അതിൻ്റെ റീ റെക്കോർഡിങ് നമുക്ക് ഒരിക്കലും ആർക്കും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു റീ റെക്കോർഡിങ് പീസാണ്. അതൊന്ന് കണ്ടക്ട് ചെയ്യണം. ഓക്കെ. ചേച്ചി, നമുക്ക് ഇന്നസെൻ്റ് ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കാം അല്ലേ? എന്തെങ്കിലും പറയുമോ നോക്കാം, എന്തെങ്കിലും അനുഭവങ്ങൾ. ചേട്ടാ, എന്തായാലും ഇന്ന് ഒരു ഓർമ്മ ദിവസമാണ്. അദ്ദേഹത്തെ മിസ്റ്റർ ജോൺസൺ മാഷ്, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഏതോ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഈ ഓർഗൻ വായിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഫ്ലൂട്ട് വായിക്കുന്നു, അതിൻ്റെ ഇടയിൽ വയലിൻ വായിക്കുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു, ഇയാൾ ആരണ്ടവൻ? കാരണം നമ്മളിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള അക്രമങ്ങൾ. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അറിയാതാണ് മിസ് ജോൺസൺ. അദ്ദേഹം തൃശ്ശൂരൊക്കെ അപ്പം വോയിസ് ഓഫ് തൃശ്ശൂരിലൊക്കെ നന്നായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. കാലങ്ങൾ കഴിഞ്ഞ് അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ മദ്രാസിലെത്തി. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സംഗീത സംവിധാനം. എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു 82
അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അതിൽ അദ്ദേഹം സംഗീതമുണ്ട്, റീ റെക്കോർഡിങ്ങും ഉണ്ട്. അപ്പം നമുക്കത് വലിയ അന്തസ്സാണ് പറയുമ്പോൾ തന്നെ. അതിനുശേഷം അങ്ങനെ ഒരു എന്താ പറയുക, ആരാധകൻ മാത്രം. ഞാൻ പാട്ടുകാരനാണ്. ആര്? നിങ്ങൾ പാട്ടുകാരനാണ്, ആ. ഞാനും ചെറിയ പാട്ടുകാരനാണ്. ആയിക്കോ, പറഞ്ഞു. കണ്ട അപ്പോഴേക്കും ആ ശബ്ദം മാറിയത് കണ്ട. ആര് എന്ന് ചോദിച്ചു. ഒരു വേദിയാകുമ്പോ നമ്മള് അല്ലേ മണിയണ്ണ, അങ്ങനല്ലേ ഒരു വേദിയാകുമ്പോ നമ്മള് മര്യാദ അല്ലേ? ആ 2 പാട്ടുകൾ ഞാൻ മിസ്റ്റർ ജോൺസൺ മാഷ് സംഗീതം നൽകിയത് പാടിയിട്ടുണ്ട്. എന്നോട് തന്നെയാണ് രണ്ടാമത്തെ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പണിയെടുത്താന്ന് പറഞ്ഞു. അല്ലല്ല അതിനെ തന്നെ ഞാൻ പറഞ്ഞു, എന്താ പിന്നെ പാട്ടിനെ എന്നെ വിളിക്കാത്തേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്, താനായിട്ട് എൻ്റെ പണി കളയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ പാട്ട് സാന്ദ്രം എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളൊരു പാട്ടാണ്. അതിൻ്റെ ആദ്യത്തെ വരിയുണ്ട്, ഊട്ടിയിലെത്തും നേരത്ത് കൊച്ചു വെളുപ്പാങ്കാലത്ത് കുതിരപ്പന്തിയിലോടാനോങ്ങണ കൂറ്റൻ കുതിരപ്പട കാണാം, ആനയുണ്ട് തടാകമുണ്ട്, ആനയുണ്ട് തടാകമുണ്ട്, തിരലാരെങ്കിൽ എല്ലിൽ കയറി ഒളിച്ചോളൂ. അങ്ങനെ ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഇങ്ങനെ പാട്ട് മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ എന്നെ വിളിച്ചിട്ട്, ഇന്നസെന്റ് നന്നായി, അത് ഓക്കെ എന്ന് പറയണ്ട, അതല്ലേ ഒരു മര്യാദ മ്യൂസിക് ഡയറക്ടറുടെ. ഇയാൾ വിളിയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ റാണിയാണ് ഫോൺ എടുത്തത്. എന്നോട് പറഞ്ഞു ഉറങ്ങാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വൈകി കിടന്നായിരിക്കും. 10 മണിയായി, 11 മണിയായി, ഉറക്കം തന്നെ ഉറക്കം. 3 ദിവസം 3 ഉറങ്ങാണ്. കാരണം ആള് പറയുന്നുണ്ട് കൊടുക്കരുത് എന്നായിരിക്കാം. എന്തായാലും ഞാൻ ചോദിച്ചു, ഉറക്കത്തിൽ എഴുന്നേറ്റ് ഊണ് കഴിക്കാനങ്ങനെ ഞാൻ ചോദിച്ചു, അതേ എങ്ങനെയുണ്ടായിരുന്നു? കാരണം ആദ്യത്തെ പാട്ടാണ് എൻ്റെ. അപ്പം എന്നോട് പറഞ്ഞു, ആ ഓക്കെ നന്നായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശിവകുട്ടൻ പാടുന്നത്, യേശുദാസ് പാടുന്നത്, ജയേന്ദ്രൻ പാടുന്നത് 3, 4, 5 പ്രാവശ്യം ഇവരെ കൊണ്ട് പാടിപ്പിക്കാറുണ്ട്. കാരണം ശരിയാവാറില്ല. എൻ്റെ ഫസ്റ്റ് ടേക്ക് ഓക്കെ. എന്താ മണി നമ്മളെ രാജു എന്താ ഇങ്ങനെയൊക്കെ എന്താ അത് എൻ്റെ എന്താ ചിരിക്കണേടോ, അതൊരു കഴിവാണ്. ഫസ്റ്റ് ടേക്ക് ഓക്കെ. അതിൽ കൂടുതൽ കിട്ടൂല. അപ്പൊ എൻ്റെ അടുക്ക പറഞ്ഞു, ഇന്നസെന്റ് താൻ ആദ്യം പാടിയില്ലോ, അത് ഓക്കെയാണ്, അല്ല ഫസ്റ്റ് ടേക്കാണ് ഓക്കെ. ഞാൻ പറഞ്ഞു, പിന്നെ ഇനി അത് 100 പ്രാവശ്യം പാടിയാലും ഇതിന്ന് ഒരു ഇഞ്ച് ഇതിന്ന് പോവില്ല. പിന്നെ എന്തിനാണോ ഈ വയലിനിസ്റ്റുകാരും മറ്റവരും എല്ലാവരും വിളിച്ചു കൊണ്ടിരുത്തണേ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. പക്ഷെ വീണ്ടും എന്നെ ഗജകേസരി യോഗം എന്ന സിനിമയിൽ പാടാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ 2 പാട്ട് പാടാനുള്ള അവസരം ഒരിക്കലും അങ്ങനെ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ദിവസം വരരുതായിരുന്നു, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ വന്ന് നമ്മളൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ഈ വിധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഔസേപ്പച്ചൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം. അവർക്ക് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. മലയാള സിനിമയുടെ മാത്രമല്ല, എന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ നാവിൻ തുമ്പത്ത് മിസ്റ്റർ ജോൺസൺ മാഷയുടെ പാട്ടിൻ്റെ വരികൾ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു സത്യമാണ്. ഇങ്ങനൊരു ദിവസം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മക്കള് ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒന്ന് ഓർമ്മിക്കാൻ അവസരമുണ്ടാക്കി തന്ന നമ്മുടെ ഫ്ലവേഴ്സിന്, അതുപോലെ തന്നെ നമ്മുടെ സിന്ധു ഡയറക്ടർ, ഇവരൊക്കെ ഇന്ന് വേറൊരു അതിശയമുണ്ട്. പറയൂ. ഇന്ന് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ സാർ. പക്ഷെ ഇന്നത്തെ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശ്രീകുട്ടനാണ്. ഇതൊരു എന്താണ് ഒരു പാരമ്പര്യം പോലെ. ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ മകൻ ശ്രീരാജ്, ശ്രീകുട്ടൻ എന്ന് വിളിക്കും, എൻ്റെ പേരാണ്. അദ്ദേഹമാണ് ഈ ഷോ ഇന്നത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് സിന്ധു ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സന്തോഷം. ഏതായാലും ഈ ഓർമ്മ ദിനത്തിൽ റാണി ചേച്ചിക്ക് ഒരു പൊന്നാട അണിയിക്കാൻ വേണ്ടി ഞാൻ ഇന്നസെൻ്റ് ചേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം.